ഹലോ അമിഗോസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ദേ നമ്മളിന്ന് തൃശ്ശൂരുള്ള ഒരു അമ്പലത്തിൽ പോവാണ്. ഇളവള്ളിക്കാവ് എന്ന് പറഞ്ഞൊരു കാവിലേക്ക് പോവാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ ഒരു 10-11 കൊല്ലമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു അമ്പലത്തിൽ പോകാറുണ്ട്. അതും മകരച്ചൊവ്വേൻ്റെ അന്നാണ് പോവാറ്. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്നാണ് പോകുന്നത്. കഴിഞ്ഞ കൊല്ലം ഞങ്ങളെല്ലാവരും കൂടി ആയിട്ടാണ് വന്നത്. അപ്പോൾ ഈ പ്രാവശ്യം നമ്മളൊരു കസിൻ ചേട്ടനും കൂടി ആയിട്ടാണ് കേട്ടോ വന്നേക്കണം. അപ്പോൾ ദേ നമ്മൾ അമ്പലത്തിലേക്ക് കയറാൻ പോവാണ്. അപ്പോൾ ഇവിടെ മെയിനായിട്ട് ചൊവ്വ ഭഗവതിയാണുള്ളത്. പിന്നെ അതേപോലെ തന്നെ ഒരു ഉഗ്രമൂർത്തിൻ്റെ വലിയൊരു സ്റ്റാച്ചുവും ഉണ്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ അച്ഛൻ ഓട്ടോറിക്ഷയിൽ ഒരു ദിവസം ഒരു ഓട്ടം വന്നതാണ് ഒരു ചേട്ടനെയും കൊണ്ട്. അങ്ങനെ വെയിറ്റിംഗ് കിടന്നപ്പോൾ അച്ഛൻ കയറി തൊഴുതു. അച്ഛന് നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ അടുത്ത കൊല്ലം തൊട്ട് ഞങ്ങളെയും കൊണ്ടുപോകാറുണ്ട് ഈ മകരച്ചൊവ്വേൻ്റെ അന്ന്. അത്യാവശ്യം നല്ല ദൂര സ്ഥലത്ത് നിന്നൊക്കെ ആൾക്കാർ വരാറുണ്ട്. ഇത് കറക്റ്റ് സ്പോട്ട് എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ അമല ഹോസ്പിറ്റലിൻ്റെ അടുത്ത് തന്നെയായിട്ടാണ്. അപ്പോൾ ഇതേ ഞങ്ങൾ അമ്പലത്തിലേക്ക് കയറാൻ പോവാണ്. ഞാൻ അമ്പലത്തിൻ്റെ അകത്തൊന്നും ഫോട്ടോ എടുത്തില്ല. ഫോട്ടോ എടുക്കാം, പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് അങ്ങനെ അമ്പലത്തിൻ്റെ ഉള്ളിൽ വീഡിയോസ് എടുക്കണം വലിയ താല്പര്യമില്ല. അപ്പോൾ ഇതേ അവിടെ നാഗരാജാവിൻ്റെയും നമ്മൾ കയറണേക്ക് മുമ്പായിട്ട് തന്നെ സൈഡിലുള്ള പ്രതിഷ്ഠകളുടെ ഓരോരോ ചെറിയ ചെറിയ ഉപദേവതകളുടെയാണ്. മെയിൻ അമ്പലത്തിൻ്റെ ഉള്ളിൽ ഞാൻ അധികം ഫോട്ടോസും വീഡിയോസും ഒന്നും എടുത്തില്ല കേട്ടോ. അപ്പോൾ ഈ അമ്പലത്തിൽ കുറേ വഴിപാടുകളുണ്ട്. അതിനകത്ത് മെയിനായിട്ടുള്ളത് ഗുരുതിയുണ്ട്, പിന്നെ മുട്ടിറക്കലുണ്ട്. അതായത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലും പ്രയാസങ്ങളോ എന്തെങ്കിലും തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ തേങ്ങ ഉടയ്ക്കും, ആ ഒരു തടസ്സം മാറിക്കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ പഠിക്കുന്ന പിള്ളേരാണെങ്കിൽ മുട്ടുണ്ട്, അതേപോലെ ജോലിക്കുള്ളവരാണെങ്കിൽ തൊഴിൽ മുട്ട്, മാറാരോഗമൊക്കെ ഉള്ളവരാണെങ്കിൽ രോഗമുക്തിമുട്ട്, അങ്ങനെ കുറേ മുട്ടുകളുണ്ട്. നമ്മളിപ്പോൾ പ്രാർത്ഥിച്ച് തേങ്ങ അവിടെ വെച്ച് കഴിഞ്ഞിട്ട് അടുത്ത പൂജാരി തേങ്ങ ഉടച്ച് കഴിയുമ്പോൾ അത് പൊട്ടാതിരിക്കുകയാണെങ്കിൽ നമുക്കത് തടസ്സം മാറിയിട്ടില്ല. അപ്പോൾ നമ്മൾ പിന്നെയും തേങ്ങ വാങ്ങിച്ച് പിന്നെയും അത് ഉടയ്ക്കും. അങ്ങനെ കുറേ ഐതിഹ്യവും കുറേ കാര്യങ്ങൾ അറിയാനുള്ളൊരു അമ്പലമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അവിടെ ഉച്ചയ്ക്ക് അന്നദാനമൊക്കെ ഉണ്ട്. അപ്പോൾ ഉച്ചയ്ക്ക് ഞങ്ങൾ ഫുഡ് അവിടെ നിന്ന് തന്നെ കഴിച്ചു. അപ്പോൾ ചെറിയൊരു കടകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞിന് ഒരു ഓട്ടോറിക്ഷയൊക്കെ വാങ്ങിച്ചു കൊടുത്തു. ആൾ അതിൻ്റെ പുറകെയാണ്. അപ്പോൾ ഞങ്ങൾ എല്ലാ കൊല്ലവും പോവാറുണ്ട്. പിന്നെ ആ കൊറോണ സമയത്ത് മാത്രം പോയിട്ടില്ലായിരുന്നു. അപ്പോൾ ഈ അമ്പലത്തിനുള്ളിൽ കയറുമ്പോൾ നമുക്ക് ഭയങ്കര പോസിറ്റീവ് എനർജിയാണ്. അപ്പോൾ ഗുരുതി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഗുരുതി കഴിയാണ്ട് നമുക്ക് ഇറങ്ങാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു, ഗുരുതി ഒക്കെ കണ്ടു. അപ്പോൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ ഈ വഴിയൊക്കെ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ എന്തായാലും ഈ അമ്പലത്തിൽ കയറാം. ശ്രീ ഇളവള്ളി ഭഗവതി ക്ഷേത്രമാണ്, തൃശ്ശൂർ. അടിപൊളി ഒരു അമ്പലമാണ് കേട്ടോ. നമ്മൾ ഒരു കൊല്ലം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു ഫീല് മനസ്സിലാവും. അപ്പോൾ ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വേഗം വരാം കേട്ടോ.